ഹലോ നമസ്കാരം. എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണിലേക്ക് ചോറിലേക്ക് നമുക്ക് കറി വയ്ക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് അയില മീനാണ്. അയില നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നാക്കാനായിട്ട് ഞാൻ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ നാളികേരമൊക്കെ പൊളിക്കാൻ പോയി എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നാളികേരം അവിടെ ഉമ്മർത്തുണ്ടായിരുന്ന കുറച്ച് ഒരു 50 എണ്ണം ഉണ്ടാവും. അത് പൊളിച്ച് കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇളനീരിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്ത് അതൊക്കെ അതിലിട്ടിട്ട് ഉള്ള വിക്രിയകളൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ട് കുടിക്കാനാണ് അവന്. അങ്ങനെ നമ്മുടെ മത്സ്യം നന്നാക്കി കഴിഞ്ഞു. ഇനി അതൊന്ന് ഉപ്പിട്ട് നന്നായി കഴുകണം. പുറത്തെ പൈപ്പിൽ നിന്ന് ഞാൻ ആദ്യം ഒരു തവണ കഴുകി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഉപ്പ് ഇട്ടിട്ട് നന്നായി ഉരച്ച് കഴുകണം. ഉപ്പിട്ട് കഴുകിയാൽ തന്നെ മീൻ ക്ലീൻ ആവുള്ളൂ കേട്ടോ. മീൻ നന്നാക്കിയിട്ട് കഴിഞ്ഞാൽ ഉപ്പിട്ട് കഴുകുകയാണ് നല്ലത്. അതിൻ്റെ ഉളുമ്പും മണമൊക്കെ പോകാൻ ഏറ്റവും നല്ലത് അതാണ്. അത് കഴുകി കഴിഞ്ഞു ഞാൻ വറക്കാനുള്ളതും അതുപോലെ കറി വയ്ക്കാനുള്ളതും എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്. കറി വയ്ക്കാനുള്ളതാണ് മാറ്റി വെച്ചു. തലയും 2 കഷ്ണങ്ങളും അടങ്ങിയ മീൻ കഷ്ണങ്ങളാണ് മാറ്റി വെച്ചു. ഇനി ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ വരകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. മുളക് പൊടി നമുക്ക് എത്രയാണോ വറക്കാനുള്ളത് ആ മീനിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഞാൻ 2 കഷ്ണം വെളുത്തുള്ളി കൂടെ എടുത്ത് നന്നാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് ചതച്ചിട്ട് ചേർത്തു. ഇനി ആ മസാലയിലേക്ക് നമ്മൾ വറക്കാൻ ഉദ്ദേശിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് നന്നായി കൈകൊണ്ട് തന്നെ കേട്ടോ ഞാൻ ചെയ്യാറ്. നന്നായിട്ട് അതിൽ വരകിയ അവിടെയൊക്കെ മസാല തേച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കും. നമ്മുടെ മീനിൽ നന്നായി പുരട്ടി വെച്ച് അതങ്ങാണ്ട് മാറ്റി വയ്ക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കതെടുത്തിട്ട് ഫ്രൈ ചെയ്യുകയും ചെയ്യാം. ആവശ്യത്തിനുള്ളത് ഇപ്പോൾ എടുക്കാം, അല്ലാത്തത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയും ആവശ്യാനുസരണം എടുത്തിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാം വറക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. അപ്പോഴേക്കും നമുക്ക് കറി തയ്യാറാക്കിയാലോ. അപ്പോൾ കറിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അതെല്ലാം കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആ കറിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിക്കൂട്ട് എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ ചെയ്യാറുള്ളത്, എനിക്ക് ഈ അളവും തൂക്കൊന്നും പറയാനറിയില്ല, എല്ലാം എൻ്റെ കൈക്കണക്കാണ്. എൻ്റെ എത്രയാണോ കറി വയ്ക്കാനുള്ളത് അതിനനുസരിച്ചൊരു കണക്കിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം എടുക്കുക ചെയ്യുക കേട്ടോ. മല്ലിപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ എടുത്തില്ലേ തക്കാളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് നന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ കൈകൊണ്ട് തന്നെ ഈ തക്കാളി എല്ലാം ഒന്നുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഒന്നാണ്ട് തിരുമ്മി ചേർത്ത് വയ്ക്കും. എന്നിട്ട് ആവശ്യാനുസരണം വെള്ളം ചേർക്കുക ചെയ്യുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി നമ്മൾ നാളികേരം അരച്ച് ചേർക്കുമ്പോൾ അതിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളം കൂടാതെ നോക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൽ ചില രീതിയിൽ ഓരോന്ന് പുളിക്കൊക്കെ ചേർക്കുന്നപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുടംപുളി ഇടയ്ക്കൊക്കെ ചേർക്കാറുണ്ട്. മിക്കവാറും ചേർക്കുന്നത് മാങ്ങാത്തോല് വെച്ചിട്ടാണ് മീൻ കറി തയ്യാറാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വീട്ടിലും ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കണം. അപ്പോൾ നമ്മളെ കറി ഇവിടെ ആവട്ടെ. നമ്മൾ എന്ത് ചെയ്യണം, ഇനി നാളികേരം ചിരകണം. രാവിലെ നമ്മൾ ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കി. അപ്പോൾ നാളികേരം പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു മുറി നമ്മൾ അപ്പം തന്നെ ചട്നിക്കായിട്ട് എടുത്തു. മറ്റേ നാളികേരം മുറി എടുത്ത് ചിരകിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീൻ കറി തയ്യാറാക്കിയാലോ. അപ്പോൾ മാങ്ങാത്തോലിനാ വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. മാങ്ങാത്തോൽ ഞാൻ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നായി കിട്ടും. ചൂടുള്ള കഞ്ഞിവെള്ളത്തിലും മാങ്ങാത്തോൽ ഇട്ട് വെച്ചാൽ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മളുടെ നാളികേരം, ചുവന്നുള്ളി, അതുപോലെ പെരിഞ്ജീരകം, ഈ മാങ്ങാത്തോലും പിന്നെ അതിൻ്റെ വെള്ളം നമ്മൾ കുതിരാനായിട്ട് വെച്ചുള്ള കഞ്ഞിയുടെ വെള്ളം ചേർത്തിട്ട് തേങ്ങ അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് മിക്സിയിൽ ഇപ്പം ഞാൻ ചിരകാൻ പോവുകയാണ്. ചിരകി കഴിഞ്ഞാൽ കറണ്ട് പോകുമ്പോഴേക്കും അത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കറി വയ്ക്കാനും ഫ്രൈ ചെയ്യാനും അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചോറും കറി ആയാൽ തന്നെ പ്രധാന ജോലികൾ കഴിഞ്ഞു എന്നർത്ഥം അല്ലേ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അടുക്കളയായിട്ട് കണ്ടാൽ നമ്മൾക്ക് ജോലികളേ ഉള്ളൂ, അത് കഴിഞ്ഞ സമയമില്ല. പിന്നെ ജോലിക്ക് പോകുന്നവർ അത്രയും സമയം ഫ്രീ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയും സമയം നമ്മൾ അടുക്കളയിൽ പണികൾ ചെയ്യണ്ടല്ലോ. പിന്നെ പോയോടത്ത് ജോലികളുണ്ടായിരിക്കും. എന്നിരുന്നാലും വീട്ടിലിരുന്നാൽ ഫുൾ ടൈം അടുക്കളയിലാണോ, ഫുൾ
ടൈം നമുക്കുള്ള ജോലികളും ഉണ്ടായിരിക്കും. അങ്ങനെ നാളികേരം ചിരകി കഴിഞ്ഞു. നമ്മുടെ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടില്ലേ ഇത്രയും നാളികേരം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി മാങ്ങാത്തോൽ ഇടുകയാണ്. മാങ്ങാത്തോലെടുത്തു. ഇനി മിക്സിയുടെ ജാറിലേക്ക് വേഗം ഇടട്ടെ. അത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നുണ്ടേ. അപ്പോൾ കറണ്ട് പോണതിൻ്റെ മുന്നേ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ വേഗം അരയ്ക്കട്ടെ. അപ്പോൾ മാങ്ങാത്തോലും ആ കുതിരാൻ വെച്ച വെള്ളവും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അത് അരച്ചെടുത്തു നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാകത്തിന് നമ്മുടെ വീട്ടിലേക്ക് എന്നും വെക്കുന്ന കറി എത്രയാണോ വേണ്ട അതിനനുസരിച്ച് കറി ഒഴിക്കുക, വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എത്രത്തോളം മീൻ ഉണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളമാണ് കേട്ടോ വെക്കേണ്ടത്, കറിയാണ് വെക്കേണ്ടത്. അങ്ങനെ വെച്ച് ഇനി ഗ്യാസുമേ കത്തിക്കുകയാണ്. അതാവട്ടെ. നന്നായി തിളച്ച് വറ്റുമ്പോൾ നമ്മൾ മാറ്റി വെച്ചുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മളുടെ ഫ്രൈ പാൻ വെച്ച് ഞാൻ മീൻ വറക്കാൻ നോക്കുകയാണ്. മസാല തേച്ച് നമ്മൾ നേരത്തെ വെച്ചിട്ടില്ലേ, ആ മീനെടുത്ത് നമുക്ക് ഫ്രൈ പാനിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലാട്ടൊന്ന് വറക്കുന്നത്. വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒന്നുകൂടെ സ്വാദ് കൂടും. ഇന്നിപ്പോൾ വെളിച്ചെണ്ണ കുറവാണ് എനിക്ക്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. നമ്മളെ ചോറിനുള്ള മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ ഒന്നാണ് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം മറിച്ചിടട്ടെ. ഞാൻ കുറച്ച് എണ്ണ കുറവുണ്ട്, അപ്പം ഞാൻ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറ്, പക്ഷേ വെളിച്ചെണ്ണ കുറവുണ്ടോ എന്ന്. അപ്പം ഞാനിന്ന് ഓയിൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ കറി തിളച്ചിട്ടുണ്ടേ. കറി തിളച്ച് വരട്ടെ, നന്നായി തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ ഇടാൻ തോന്നണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.